നമസ്കാരം. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് 11 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ബെൻ സ്റ്റോക്സ് വിൽ നോട്ട് പ്ലേ. 5ാമത്തെ ടെസ്റ്റ് ബെൻ സ്റ്റോക്സ് കളിക്കില്ല. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു ഓൾറൗണ്ടറെ നഷ്ടപ്പെടുന്നു, ഒരു ക്യാപ്റ്റനെ നഷ്ടപ്പെടുന്നു. ഇതല്ലാതെ മറ്റ് 3 ചേഞ്ചസ് കൂടിയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് 11-ൽ. സോ ഏറ്റവും പ്രധാനപ്പെട്ടത് ബെൻ സ്റ്റോക്സ് ആണ്. ബെൻ സ്റ്റോക്സ് ഒരു ഷോൾഡറിൻ്റെ ഇഞ്ചുറി ഉണ്ട്, ഒരു മസിൽ ടയർ ആണെന്ന് അറിയാൻ പറ്റുന്നത്. സോ അതിൻ്റെ റീസൺ കൊണ്ടാണ് ബെൻ സ്റ്റോക്സ് കളിക്കാത്തത്. പക്ഷേ ഇത്രയും വലിയൊരു ഡിസിഷൻ, ഇത് വലിയൊരു നഷ്ടമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. മോർ ദാൻ എ ക്യാപ്റ്റൻ, ആസ് എ ഓൾറൗണ്ടർ, അല്ലെങ്കിൽ അവരുടെ ബോളിങ്ങിൻ്റെ ഏറ്റവും അവർക്ക് ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു ബോളർ എന്നുള്ള രീതിയിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് 5ാം ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ടോട്ടലി നമ്മൾ ഈ ഗെയിമിനെ 5ാം ടെസ്റ്റിനെ കണ്ടുവരുന്ന ഡയമെൻഷൻ മൊത്തത്തിൽ മാറിപ്പോകുന്ന ഒരു ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ബെൻ സ്റ്റോക്സ് കളിക്കുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് വരുന്നത്. ആസ് എ ക്യാപ്റ്റൻ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് പുതിയൊരു ക്യാപ്റ്റനിലേക്ക് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അതും ഒരു ഫൈനൽ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഓലി പോപ്പിലേക്ക് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രഷർ ആ ഒരു പ്ലെയറിന് ആഡ് ചെയ്യും. ഓലി പോപ്പാണ് ഇംഗ്ലണ്ടിൻ്റെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ. അതല്ലാതെ തന്നെ ഇംഗ്ലണ്ടിന് ഒരു ആസ് ആൻ ഓൾറൗണ്ടർ ബാറ്റിങ്ങിലായാലും ശരി, ആ ഒരു നമ്പർ 6 പൊസിഷനിലെ ബാറ്റിങ്ങിലായാലും ശരി, അതുപോലെ തന്നെ ബോളിങ്ങിൽ ഇംഗ്ലണ്ട് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഇതല്ലാതെ തന്നെ 3 മേജർ ചേഞ്ചസ് ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് 11-ലേക്ക് വരുത്തിയിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ളത് അറ്റ്കിൻസൺ ടീമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർച്ചർ പുറത്തേക്ക് പോകുന്നു, അറ്റ്കിൻസൺ ടീമിനുള്ളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ബ്രൈഡൻ കാർസ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ജേമി ഓവർട്ടൺ ടീമിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ്, അവർ ഈ ഒരു ടെസ്റ്റിൽ സ്പിന്നറിനെ കളിപ്പിക്കുന്നില്ല. ഡൗസനെ അവർ പുറത്തേക്ക് കളഞ്ഞിട്ട് അവർ കളിപ്പിക്കാൻ വന്നത് ജോഷ് ടങ്കിനെയാണ്. സോ മൊത്തത്തിൽ ഒരു പേസ് ബോളിംഗ് നിറഞ്ഞ ഒരു ടീമുമായിട്ടാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഓവറിലേക്ക് കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ പിച്ചിൻ്റെ കണ്ടീഷൻ നമുക്ക് ഏകദേശം ചിന്തിക്കാം. അവർ കുറച്ചും കൂടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രീൻ ടോപ്പായിട്ടുള്ളൊരു പിച്ചായിരിക്കാം അവർ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഏകദേശം അവർക്ക് നേരത്തെ തന്നെ അറിയായിരിക്കും ഇപ്പോൾ അവരുടെ ക്യാപ്റ്റൻ കളിക്കുന്നില്ല, അത് ബെൻ സ്റ്റോക്സ് കളിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ സോ അവർ അതിന് വേണ്ടിയിട്ടായിരിക്കും പിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സ്പിന്നറിനെ എടുത്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് ജോ റൂട്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു ലാസ്റ്റ് ഡേ ഫിംഗർ സ്പിന്നേഴ്സിന് കുറച്ച് സപ്പോർട്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണെന്ന് പറഞ്ഞിരുന്നു. സോ അപ്പോൾ സ്പിന്നറിനെ അവർ കളിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ പിച്ച് കുറച്ചും കൂടെ പേസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും, ഗ്രീൻ ടോപ്പ് ആയിരിക്കും. അവർ ഉറപ്പായിട്ടും ടോസ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയെ ബാറ്റ് ചെയ്യാൻ അയക്കാനുള്ള പരിപാടിയായിരിക്കും അവരുടെ മുമ്പിലുള്ളത്. എന്തായാലും വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബെൻ സ്റ്റോക്സ് വലിയൊരു നഷ്ടം തന്നെ ഇംഗ്ലണ്ട്. സോ കുറച്ചുകൂടി വീക്കറായിട്ടുള്ളൊരു സൈഡിനെയാണ് ഇന്ത്യക്ക് ഫേസ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂ സെറ്റ് ഓഫ് ബോളേഴ്സ് വരുന്നു. അറ്റ്കിൻസൺ വരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഫ്രഷ് ആംഗിൾ ഇംഗ്ലണ്ടിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഒരു ചെറുതായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമാണെന്ന്. പിന്നെ ഒരുപാട് നാൾ കളിക്കാതെയാണ് പുള്ളി വരുന്നത്, അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജോഷ് ടങ് ഓൾറെഡി ഫസ്റ്റ് ടെസ്റ്റ് കളിച്ചിട്ട് പോയൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ജേമി ഓവർട്ടൺ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ബ്രൈഡൻ കാർസിന്. സോ രണ്ടുപേരും ഏകദേശം ഒരു സിമിലർ കൈൻഡ് ഓഫ് പ്ലെയർ തന്നെയാണ്. ജേമി ഓവർട്ടൺ ബ്രൈഡൻ കാർസിൻ്റെ അത്രയും പേസിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറല്ല. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേസ് ഹെവി ആയിട്ടുള്ളൊരു ടീമാണ് ഇംഗ്ലണ്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച്, നമ്മൾ ബ്രൻ സ്റ്റോക്സിന് പകരം നമ്പർ 6 കളിക്കാൻ പോകുന്നത് ജേക്കബ് ബേത്തലാണെന്നുള്ളതാണ്. ജേക്കബ് ബേത്തൽ നമ്മുടെ RCBയുടെ സ്വന്തം ജേക്കബ് ബേത്തൽ ഈ ഒരു ടെസ്റ്റിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ആരാധകർ കളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലെയറാണ്, കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലെയറാണ് ജേക്കബ് ബേത്തൽ. സോ 4 ടെസ്റ്റും കളിക്കാതെ 5ാമത്തെ ടെസ്റ്റിൽ ഒരു അവസരം ജേക്കബ് ബേത്തലിന് മുമ്പിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്പർ 6 കളിക്കുന്നതെന്നുള്ളത് ഉള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു പൊതുവെ കളിച്ചു വരുന്ന ഒരു പൊസിഷൻ അല്ല, എങ്കിൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യും. അതുമാത്രമല്ല, ഒരു ടെസ്റ്റ് മാത്രം കിട്ടുന്ന ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നേരത്തെ കളിച്ചു വന്നിരുന്ന ബാറ്റ്സ്മാൻമാരെ പോലെയല്ല. പുതിയൊരാൾ വന്നിട്ട് 5ാമത്തെ ടെസ്റ്റ് കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പെർഫോം ചെയ്യും, അതുകൊണ്ട് എങ്ങനെ അഡാപ്റ്റ് ആവും എന്നുള്ളതൊക്കെ ജേക്കബ് ബേത്തലിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. എല്ലാവരും ഇന്ത്യയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒരേപോലെ ഹൈപ്പുള്ള ഒരു പ്ലെയറാണ്, ഒരു ന്യൂ ജെൻ സൂപ്പർ ഹീറോ ആണ് ജേക്കബ് ബേത്തൽ. സോ ജേക്കബ് ബേത്തൽ എങ്ങനെ കളിക്കുമെന്ന് അറിയാനായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്പർ 6 മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. സോ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ചേഞ്ച്. പിന്നെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓലി പോപ്പ് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത്, ഒരു ഫ്രഷ് ന്യൂ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രഷർ പുള്ളിയുടെ മേലിലുണ്ടാവും. ഒരു പക്ഷേ അറിയാൻ പറ്റില്ല എന്തുകൊണ്ടായിരിക്കും ഓലി പോപ്പനെ അവർ ക്യാപ്റ്റനായിട്ട് കാണുന്നത്. ഒരുപക്ഷെ ഓൾറെഡി വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂക്കിനെ എന്തുകൊണ്ട് വൈസ് ക്യാപ്റ്റനായിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാപ്റ്റനായിട്ട് കാണുന്നില്ല, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഓലി പോപ്പിൽ ഉള്ളതുകൊണ്ടായിരിക്കും. സോ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സ്റ്റോക്സിനെക്കാട്ടി മികച്ചൊരു ക്യാപ്റ്റനായിട്ട് വന്നേക്കാം ഓലി പോപ്പ്. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ പ്രിവ്യൂവിൽ പറഞ്ഞൊരു കാര്യത്തിലൊരു തിരുത്തുണ്ട്. പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ടിന് 55% ചാൻസ്, ഇന്ത്യക്ക് 45% ചാൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഓൺലി ബിക്കോസ് ഓഫ് ബെൻ സ്റ്റോക്സ് ഇല്ലാത്തത് കൊണ്ട്, ഒരേ റീസൺ കൊണ്ട് ഞാനത് ഇന്ത്യക്ക് 52% ചാൻസും ഇംഗ്ലണ്ടിന് 48% ചാൻസുമായിട്ട് തിരുത്തുകയാണ്.
എങ്കിലും ഇംഗ്ലണ്ടിന് തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ബെൻ സ്റ്റോക്സ് ഇല്ലാത്ത, ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലല്ല, ആസ് എ പ്ലെയർ, ആസ് എ ബോളർ മെയിൻലി ബെൻ സ്റ്റോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ത്യക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ഇപ്പോൾ അത് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ടീം പ്ലേയിങ് 11 ഇംഗ്ലണ്ടിന് വന്നതിന് ശേഷം. എന്തായാലും നമുക്ക് നാളെ മാച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മാച്ച് കാണുമ്പോൾ അറിയാം എങ്ങനെ ഈ ഒരു ടീം പെർഫോം ചെയ്യും, ഇന്ത്യ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.